നമസ്കാരം. സ്തംഭിപ്പിക്കും സ്തംഭിപ്പിക്കും കേരളമാകെ സ്തംഭിപ്പിക്കും. കേട്ടിട്ടില്ലേ മുദ്രാവാക്യം? സെയിലിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നു. ഒരു പൊതുപണി മുടക്കും ഇനി പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. ഇനിയുള്ള ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ മിക്കവാറും കേരളം സ്തംഭിക്കും. ചെന്നൈ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 11 വരെ, ഈ കഴിഞ്ഞ ആഴ്ച വരെ അവർ ഹാൻഡിൽ ചെയ്തത് 1.67 മില്യൺ, ഏകദേശം 16,70,000 TU ആണ് അവർ ഹാൻഡിൽ ചെയ്തത്. അപ്പം ഫെബ്രുവരി തീരുന്നു, മാർച്ച് ആകുമ്പോൾ ഒരു 17 ലക്ഷം 18 ലക്ഷം കണ്ടെയ്നർ അവർ ഹാൻഡിൽ ചെയ്യും. ചെന്നൈയിൽ എന്തെങ്കിലും നമ്മളെപ്പോലെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഈ 2 ലക്ഷത്തിൽ താഴെ 20 ലക്ഷത്തിൽ താഴെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന ചെന്നൈ പോർട്ടിന്, അവിടെ ഗേറ്റ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുറന്നല്ലോ, അവർക്ക് ട്രാഫിക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പുതിയ റോഡുകൾ പണിയുകയാണ്. ദി 20.6 kilometer elevated corridor will create seamless connectivity between Chennai Port and Maduravayal, allowing container trucks to bypass city roads. നഗരത്തിലോട്ട് കയറാതെ ഏകദേശം 20 കിലോമീറ്ററോളം എലവേറ്റഡ്. ടൈംസ് ഓഫ് ഇന്ത്യ ഒന്നാന്തരം ഫോട്ടോസൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും. അപ്പോ വളരെ താമസിയാതെ തന്നെ അവരുടെ ഈ 20 ലക്ഷം കണ്ടെയ്നർ കടന്നു പോകുമ്പോൾ നമ്മുടെ എത്രയാണ്? 57 ലക്ഷം. ഈ 57 ലക്ഷം കണ്ടെയ്നർ കടന്നു പോകേണ്ട, ഒന്നാമത് കണക്ടിവിറ്റി ആയിട്ടില്ല, ഇപ്പോഴും പാതാളക്കുഴി കിടക്കുകയാണ്. അപ്പൊ ഈ ഗേറ്റ് തുറന്നില്ലെങ്കിൽ ഈ 70 ഗേറ്റ് തുറന്നാൽ ഈ 57 ലക്ഷം കണ്ടെയ്നറുകൾ, അതിന്റെ 70% എങ്ങോട്ടാണ് പോണത്? കേരളം നിശ്ചലമാകുമെന്നുള്ള കാര്യത്തിൽ ഇനി ഒരു പണിമുടക്കും പ്രഖ്യാപിക്കാതെ കേരളത്തെ ഞങ്ങൾ സ്തംഭിപ്പിച്ചേ എന്ന് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറയുന്ന ഒരു പഴയ പരസ്യ ഓർമ്മയുണ്ട് ദൂരദർശന്റെ. വൺസ് ഓപ്പറേഷണൽ, ദി എക്സ്പ്രസ് വേ ഈസ് എക്സ്പെക്ടഡ് ടു കട്ട് ട്രാവൽ ടൈം ബിറ്റ്വീൻ ദ പോർട്ട് ആൻഡ് മധുരവയൽ ഡ്രാസ്റ്റിക്കലി. നഗരത്തിലോട്ട് പോകേണ്ട 2 പോയിന്റാണ് പോർട്ടിൽ നിന്ന് ചെന്നൈയിൽ തന്നെ മധുരവയൽ എന്ന് പറയുന്ന ഏകദേശം 20 കിലോമീറ്ററോളം വരാവുന്ന. അപ്പൊ അത്രയാ സിറ്റി കടന്നു കിട്ടുന്നത് വളരെ സ്മൂത്തായിട്ട് ഒരു കണ്ടെയ്നർ ട്രക്കും നഗരത്തിൽ പ്രവേശിക്കാതെ പോകാൻ പറ്റും. ഇവിടെ 30 മീറ്റർ, ഓമനക്കുട്ടൻ അവസാനം പറഞ്ഞതിന് 100 മീറ്റർ എന്ന് പറയല്ലേ എന്ന് എന്നോട് പറഞ്ഞു. വെറും 30 മീറ്റർ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ റോഡ് തമിഴ്നാട്ടിലെ റോഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. തമിഴ്നാട് റോഡ് പൂർത്തിയായിട്ടില്ല. ഇനി കേരളത്തിലോട്ട് പോകണമെങ്കിൽ NHന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. അപ്പൊ ഈ കണ്ടെയ്നറുകളെല്ലാം കൂടി എവിടെയാണ് പോകുന്നത്? കേരളം സ്തംഭിച്ചത് തന്നെ. നമുക്ക് പഠിക്കാനും സ്വപ്നം കാണാനും പറ്റുന്ന ചില വരികൾ കൂടെ ആ റിപ്പോർട്ടിലുണ്ട്. ഇംപ്രൂവ്ഡ് ലോജിസ്റ്റിക്സ് വിൽ എൻഹാൻസ് ചെന്നൈസ് പൊസിഷൻ ആസ് എ മേജർ ട്രേഡ് ഹബ്. നമ്മളെ കുറിച്ച് എന്ത് പറയണം? അപ്പോ ഫാസ്റ്റർ കാർഗോ ഇവാക്യുവേഷൻ ഫ്രം ദ പോർട്ട് വിൽ സപ്പോർട്ട് ഇൻഡസ്ട്രീസ്, എക്സ്പോർട്ടേഴ്സ് and small businesses, boosting regional economic activity and attracting fresh investments. ഇതൊന്നും നമുക്ക് ബാധകമല്ലല്ലോ. തലസ്ഥാനത്തിന് ഈ പറയുന്ന കാര്യങ്ങളൊന്നും വേണ്ട എന്നാണ് ബന്ധപ്പെട്ട വകുപ്പിലെ മന്ത്രിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ്? വിൽ സപ്പോർട്ട് ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങൾ വരെ, അത് വേണ്ട. എക്സ്പോർട്ടേഴ്സ്, ആ വർഗവും വേണ്ട. സ്മോൾ ബിസിനസ്സസ്, ബൂസ്റ്റിംഗ് റീജിയണൽ ഇക്കണോമിക് ആക്ടിവിറ്റി. എന്ത് റീജിയണൽ ഇക്കണോമിക് ആക്ടിവിറ്റി? എക്കണോമിക് ആക്ടിവിറ്റി വേണമെങ്കിൽ വേറെ പലയിടത്തോട്ടും വേണം. ആൻഡ് അട്രാക്ടിങ് ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ്സ്. നാപ്പ ഇൻവെസ്റ്റ്മെന്റ്സ് വരാൻ പാടില്ല. 6300 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് 5 പൈസ ഈ നാട്ടിൽ നടത്തില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്നവർ, ഇതൊക്കെ ചെന്നൈയിൽ നടക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. ദ എലിവേറ്റഡ് ഡിസൈൻ എൻഷുവേഴ്സ് ദാറ്റ് കണ്ടെയ്നർ ട്രാഫിക് റിമൈൻസ് സെപ്പറേറ്റഡ് ഫ്രം പാസഞ്ചർ വെഹിക്കിൾസ്. നാട്ടുകാരുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ലാതെ പോകും. ദിസ് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് മൂവ്മെന്റ് എൻഹാൻസസ് safety, minimizes accidents,
ആൻഡ് എൻഷുവേഴ്സ് അൺഇൻറ്ററപ്റ്റഡ് ഓപ്പറേഷൻസ് ഫോർ ലോജിസ്റ്റിക് ഓപ്പറേറ്റേഴ്സ്. പോർട്ടിൽ വരുന്ന കണ്ടെയ്നർ ഒരു തടസ്സവും ഇല്ലാതെ പോകേണ്ട ഭാഗങ്ങളിലോട്ടൊക്കെ പോകും. അങ്ങനെയുള്ള ഒരു എലവേറ്റഡ് എന്ന് പറഞ്ഞാൽ താഴെയിൽ നിന്ന് ഉയർത്തി മുകളിൽ കൂടി പോകുന്ന ഒരു പാതയാണ് ചെന്നൈയിലെ പോർട്ടിൽ നിന്ന് മധുരവയൽ വരെ പണിതുകൊണ്ടിരിക്കുന്നത്. ദി എക്സ്പ്രസ് വേ റെപ്രസെന്റ്സ് എ മേജർ അപ്ഗ്രേഡ് ഇൻ ചെന്നൈസ് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈൻ ഫോർ ഫ്യൂച്ചർ ഡിമാൻഡ്. നമുക്ക് ഭാവിയുമില്ല, ഭൂതവുമില്ല, ഒന്നുമില്ല. നമ്മുടെ വർത്തമാനകാലത്തിന്റെ പാതാള കുഴിയിൽ കിടക്കാൻ വിധിക്കപ്പെട്ടവർ. ഡിസൈൻ ഫോർ ഫ്യൂച്ചർ ഡിമാൻഡ്, ഇറ്റ് പ്രിപ്പേഴ്സ് ദ സിറ്റി ഫോർ ഗ്രോയിങ് ട്രേഡ് വോളിയൂംസ് വൈൽ ഇംപ്രൂവിംഗ് urban മൊബിലിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ ഇയേഴ്സ് ടു കം. വരാനിരിക്കുന്ന വർഷങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഓർത്ത് സ്തംഭിപ്പിക്കും കേരളത്തെ ഞങ്ങൾ സ്തംഭിപ്പിക്കും എന്ന്. കേരളത്തെ അല്ലല്ലോ, ഇനി കേരളമേ നിന്നെ ഞങ്ങൾ സ്തംഭിപ്പിക്കും എന്ന് മുദ്രാവാക്യം വിളിക്കാനുള്ള നല്ല ഒന്നാന്തര അവസരം 2028 നമുക്ക് എത്തുകയാണ്. അതുകൊണ്ട് കേരളം സ്തംഭിക്കാതിരിക്കണമെങ്കിൽ ഗേറ്റ് തുറക്കരുത്. നമ്മുടെ പോസ്റ്റ് കാർഡ് ക്യാമ്പയിൻ ആരും മറന്നിട്ടില്ലല്ലോ. വർക്കല ഗവൺമെന്റ് മോഡൽ സ്കൂളിലാണ് ഇത്തവണ കാർഡ് എഴുത്ത് നടന്നത്. അതിനുവേണ്ടി നേരത്തെ നൽകിയ വെല്ലിംഗ്ടൺ പെരേര വീണ്ടും അദ്ദേഹം 1000 കാർഡ് കൂടി. ആ കാർഡ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ വോൾഡ്രിൻ പെരേരയും കൂടി ചേർന്ന് ശ്രീ മോഹൻകുമാറിന് കൈമാറി. അദ്ദേഹം വർക്കല സ്കൂളിൽ കൊണ്ടുപോയി ആ കാർഡ് ഏൽപ്പിക്കുകയും അവിടെ ആ പ്രവർത്തനം നടത്തുകയും ചെയ്തു. കുട്ടികൾ കാർഡുകൾ എഴുതി. ഈ കാർഡുകൾ സ്വരൂപിക്കാൻ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലെ കൽപ്പന ഗിരീഷ് എന്നീ സുഹൃത്തുക്കളാണ് ശ്രീ വെല്ലിംഗ്ടൺ പെരേരയെ സഹായിച്ചത്. ഇവിടെ സ്കൂളിൽ, വർക്കല മോഡൽ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ജ്യോതി, ഹെഡ് മാസ്റ്ററാണോ ഹെഡ് മിസ്ട്രസ് ആണോ എന്നറിയില്ല, ജ്യോതി, ലിയോൺ സാർ തുടങ്ങിയവരാണ് ഈ കത്തെഴുത്ത്. മെത്തനോൾ വിഷയമാണ് അവർ ഏറ്റെടുത്തത്. മാലിന്യത്തിൽ നിന്നുള്ള മെത്തനോൾ ഉൽപാദനത്തിന് വേണ്ടി പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, പിന്നെ വർക്കല മുനിസിപ്പൽ ചെയർമാൻ 3 പേർക്കും മോഡൽ സ്കൂളിലെ കുട്ടികൾ കത്തെഴുതി. തുടർന്നും പല സ്കൂളുകൾ വഴി നമ്മളിത് വ്യാപിപ്പിക്കണം. ഓരോ ആവശ്യങ്ങൾ, അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ എഴുതാം. കപ്പൽശാല എഴുതാം, ട്രിവാൻഡ്രം മെട്രോ എഴുതാം, എയിംസ് എഴുതാം, മെത്തനോൾ എഴുതാം. ഏത് വിഷയം വേണമെങ്കിലും അവർക്ക് താല്പര്യമുള്ള വിഷയം എഴുതാം. എന്തായാലും പ്രധാനമന്ത്രി നൽകിയ വാക്ക് ട്രിവാൻഡ്രം വൺ ഓഫ് ദ ബെസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ എന്നുള്ള വാഗ്ദാനത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഈ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സ്കൂളുകൾ, അധ്യാപകരെ കണക്ട് ചെയ്താൽ നമുക്കിത് കൂടുതൽ വ്യാപിപ്പിക്കാൻ കഴിയും.